എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എല്ലാ മത്സര പരീക്ഷകളിലും ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ധാരാവൈദ്യുതി. അല്ലെ, ധാരാവൈദ്യുതിയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ധാരാവൈദ്യുതി ധാരാവൈദ്യുതി മീൻസ് എന്താണ്? ഒഴുകുന്ന വൈദ്യുതി. അല്ലെ, ധാര മീൻസ് എന്താണ്? ഒഴുകുക, ഒഴുകുന്ന വൈദ്യുതി. ഇറ്റ് ഈസ് ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട്. അപ്പൊ നമുക്കറിയാം, വൈദ്യുതിയെ കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ധാരാവൈദ്യുതി എന്നിവിടെ എടുത്തു പറയാനുള്ള കാരണം? ധാരാവൈദ്യുതി അല്ലാതെ സ്ഥിത വൈദ്യുതി ഉണ്ട്. ചാർജുകള് അല്ലെങ്കിൽ വൈദ്യുതി അല്ലെങ്കിൽ ചാർജുകള് അല്ലെങ്കിൽ എന്താ പറയാ, ഇലക്ട്രോണുകൾക്ക് ഒഴുകുന്നില്ല എന്നുണ്ടെങ്കിൽ, അവ പ്രവഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്തു പറയും? സ്ഥിത വൈദ്യുതി എന്ന് പറയും. അല്ലെ, സ്റ്റാറ്റിക് കറണ്ട് എന്ന് പറയും. ഇതെന്താണ്? ഇലക്ട്രിക് കറണ്ട്, ധാരാവൈദ്യുതി. അപ്പൊ ധാരാവൈദ്യുതിയിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾക്കറിയാം, ഈ ചാർജുകളുടെ ചലനമാണ് വൈദ്യുത പ്രവാഹം സൃഷ്ടിക്കുന്നത്. വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത് എന്താണ്? ചാർജുകളുടെ ചലനം. അല്ലെ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കാം. അപ്പൊ ചാർജുകളുടെ ചലനമാണ് വൈദ്യുത പ്രവാഹം. വൈദ്യുത പ്രവാഹം മീൻസ് എന്താണ്? കറണ്ട്, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകാനുള്ള കാരണം ആരാണ്? ചാർജുകളുടെ ചലനമാണ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി, ഒന്നാമത്തെ പോയിന്റ്. അടുത്തത്, അനുയോജ്യമായ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരസിയാൽ അവർക്ക് എന്ത് ലഭിക്കും? ചാർജ് ലഭിക്കും. അപ്പൊ ഈ ചാർജുകളുടെ ഫ്ലോ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുള്ള ഒരു പരീക്ഷണങ്ങളായിരിക്കും. കുറച്ച് പേപ്പർ തുണ്ടുകൾ നമ്മൾ എടുക്കുന്നു, അല്ലെ. അടുത്തത് എന്നാ, ഒരു സ്കെയിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുക്കുന്നുണ്ട്. 1, 2, 3 ഇങ്ങനെയാണ് സ്കെയിലൊക്കെ ഉണ്ടാവുക, അല്ലെ. സ്കെയിലുകൾ നമ്മൾ സ്കെയിലും എടുത്തു. ഇനി ഈ പേപ്പറും സ്കെയിലും അസാധാരണ നോർമലി അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അവ എന്ത് ചെയ്യുന്നില്ല? ആകർഷിക്കാറില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ സ്കെയിലിനെ നന്നായിട്ട് റബ്ബ് ചെയ്യാം, തലയിൽ വെച്ച് റബ്ബ് ചെയ്തിട്ട് ഈ പേപ്പറിനടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അതെന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു, അല്ലെ. എന്താണ് കാരണം? ചില രണ്ട് വസ്തുക്കളെ, അനുയോജ്യമായിട്ടുള്ള രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരസിയാൽ അവയ്ക്ക് എന്ത് ലഭിക്കും? ചാർജ് ലഭിക്കും. അപ്പൊ ഈ ആദ്യം ഇത് രണ്ടും എന്തായിരുന്നു? ന്യൂട്രൽ ആയിരുന്നു. പേപ്പറിനും ചാർജ് ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ സ്കെയിലിനും എന്തുണ്ടായിരുന്നില്ല? ചാർജ് ഉണ്ടായിരുന്നില്ല. ചാർജ് ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആ ചാർജ് അവിടെ ഉണ്ടായിരുന്നു, അത് സ്ഥിരമായിരുന്നു, അല്ലെ, സ്റ്റാറ്റിക് ആയിരുന്നു. പേപ്പറിൽ എത്ര ചാർജ് ഉണ്ടോ? ഇപ്പൊ ഒരു ന്യൂട്രൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഇല്ലാത്തതിനെ അല്ല നമ്മൾ ന്യൂട്രൽ ബോഡി എന്ന് പറയുക. എന്താണ് ന്യൂട്രൽ ബോഡി? അവിടെയുള്ള പോസിറ്റീവ് ചാർജുകളുടെ അത്ര തന്നെ എന്തുണ്ടാകും? നെഗറ്റീവ് ചാർജുകളും ഉണ്ടാവും. ചാർജുകളെ കുറിച്ച് നമുക്കൊരു ബേസിന്റെ ആവശ്യമൊന്നുമില്ല, അല്ലെ. ഏതൊക്കെ തരത്തിലുള്ള ചാർജ് ഉണ്ട് എന്നുള്ളതൊന്നും നമുക്ക് ആവശ്യമില്ല. ഒരു ന്യൂട്രൽ ബോഡി എന്ന് വെച്ചാൽ രണ്ട് പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അത്ര തന്നെ അതിൽ എന്തുണ്ടാകും? നെഗറ്റീവ് ഉണ്ടാകും. അതുകൊണ്ടാണ് അത് ന്യൂട്രൽ. ആ പേപ്പർ ബിറ്റില് എത്ര പോസിറ്റീവ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ സ്കെയിലിലും എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്ര തന്നെ എന്തുണ്ടാകും? നെഗറ്റീവും ഉണ്ടാകും. അങ്ങനെ, അതുകൊണ്ടാണ് അത് ന്യൂട്രൽ എന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് ചാർജ് ഇല്ലാത്തൊരവസ്ഥയല്ല ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനെ ഉരസി കഴിഞ്ഞാൽ, അനുയോജ്യമായിട്ടുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസിയാൽ, അതാണ് അനുയോജ്യം. ഈ സ്കെയിലിനെ നമ്മൾ എല്ലാവരുടെയും കൊണ്ട് ഉരസി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കിട്ടില്ല. ഈ പേപ്പറിൽ തന്നെ ഉരസി കഴിഞ്ഞാൽ പറ്റുമോ? ഇല്ല. അങ്ങനെ അനുയോജ്യമായ രണ്ട് വസ്തുക്കളെ തമ്മിൽ ഉരസിയാൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഉരസുന്ന സമയത്ത് ഈ ചാർജുകൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഫ്ലോ ചെയ്യാനായിട്ട്
തുടങ്ങും. ആരാണ്? ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. കാരണം ആകെ ചലിക്കാൻ കഴിവുള്ള കണം എന്ന് പറയുന്നത് എന്താണ്? ഇലക്ട്രോണുകളാണ്. അപ്പോൾ ഇലക്ട്രോണുകൾ എന്ത് ചെയ്യും? അവിടെ നിന്നും മാറും. ഇതില് 4 പ്രോട്ടോ പോസിറ്റീവ് ചാർജ് അത് അവിടെ തന്നെ ഉണ്ട്. 2 ഇലക്ട്രോൺ മൂവ് ചെയ്തു എന്ന് വെച്ചാൽ ഇതിന്റെ ചാർജിൽ എന്ത് വരും? വ്യത്യാസം വരും. അപ്പൊ അതൊരു ചാർജ്ഡ് ബോഡി ആയിട്ട് മാറും. അതാണ് പറയുന്നത്, നമ്മൾ അനുയോജ്യമായ 2 വസ്തുക്കളെ തമ്മിൽ ഉരസി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ലഭിക്കുന്നു? ചാർജ് ലഭിക്കുന്നു. ഇപ്പൊ ഒരു ഗ്ലാസ് റോഡ് നമ്മളുടെ ചെറിയ ക്ലാസ്സുകളിലെ പരീക്ഷണങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഗ്ലാസ് റോഡ് പ്ലസ് സിൽക്ക്. ഈ ഗ്ലാസിന്റെ ദണ്ട് അല്ലെ, ഗ്ലാസ് റോഡിന്റെ മലയാളം എന്താ? ഗ്ലാസ് ദണ്ടും ഒരു സിൽക്കും തമ്മിൽ ഉരസി കഴിഞ്ഞാൽ ഗ്ലാസ് റോഡ് എന്ത് ചാർജ് ആയിട്ട് മാറുന്നു? ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജ് ഉള്ള കണമായിട്ട് മാറുന്നു. സിൽക്ക് എന്തായിട്ട് മാറും? നെഗറ്റീവ്. അതിനർത്ഥം എന്താണ്? ഗ്ലാസിൽ നിന്നും ഇലക്ട്രോണുകൾ ആരിലേക്ക് പ്രവഹിക്കും? സിൽക്കിലേക്ക് അല്ലെ. രണ്ടും തമ്മിൽ ഉരസിക്കഴിഞ്ഞാൽ അവയ്ക്ക് എന്ത് ലഭിക്കുന്നു? ചാർജ് ലഭിക്കുന്നു. അത്രയേ ഉള്ളൂ. നമുക്കത് ഓർത്തു വെക്കേണ്ടത്. അനുയോജ്യമായ 2 വസ്തുക്കളെ തമ്മിൽ ഉരസിയാൽ അവർക്ക് എന്ത് ലഭിക്കും? ചാർജ് ലഭിക്കും. എങ്ങനെയാ ചാർജ് ലഭിക്കുന്നത്? ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നവ പോസിറ്റീവ് ചാർജ് ഉള്ള ബോഡി ആയിട്ടും ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നവ എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ഉള്ളതായിട്ട് മാറും. അനുയോജ്യമായ 2 വസ്തുക്കളെ തമ്മിൽ ഉരസുമ്പോൾ അവർക്ക് എന്ത് ലഭിക്കും? ചാർജ് ലഭിക്കും. അവിടെ ആരെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ഇലക്ട്രോണുകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ചലിക്കുന്ന കണങ്ങൾ എന്നറിയപ്പെടുന്ന ഇലക്ട്രോണുകൾ അല്ലെ. ആകെ കണങ്ങളിൽ പ്രോട്ടോണോ ന്യൂട്രോണോ ആയിക്കോട്ടെ, അതിൽ ചലിക്കുന്ന കണങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഇലക്ട്രോണുകളാണ്. ആ ഇലക്ട്രോണുകളാണ് ചാർജ് ചെയ്യപ്പെടുമ്പോൾ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോണുകൾ സ്വീകരിച്ചാൽ നെഗറ്റീവ് ചാർജ് ആകും. സംശയമുണ്ടോ? ഇല്ല. ഇലക്ട്രോണുകളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്ന വസ്തു എന്തുള്ളവയായിട്ട് മാറും? നെഗറ്റീവ് ചാർജും. അത് കഴിഞ്ഞാൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നവ എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ഉള്ളവയുമായിട്ട് മാറും. എങ്ങനെയാണ്? ഉദാഹരണത്തിന് ഈ ഒരു വസ്തു, ഇതില് 3 പോസിറ്റീവ് ചാർജും ഉണ്ട്, 3 നെഗറ്റീവ് ചാർജ്, 3 ഇലക്ട്രോണും ഉണ്ട്. ഇവിടെയും ഒരു വസ്തു ഉണ്ട്. ഇതിലെന്താണ്? 3 പോസിറ്റീവ് ചാർജും ഉണ്ട്, 3 ഇലക്ട്രോണുകളും ഉണ്ട്. നമ്മൾ ഈ രണ്ടെണ്ണത്തിനെയും തമ്മിൽ ഉരസുകയാണ്. ഉരസുന്ന സമയത്ത് ഇലക്ട്രോണുകളാണ് എന്ത് ചെയ്യുന്നത്? കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇവിടെ നിന്നും 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് പ്രവേശിക്കുന്നു അല്ലെ. 2 ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഓക്കെ. അപ്പോൾ 2 ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇതിൽ എന്ത് മാത്രമേ ഉള്ളൂ? 1 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അതിൽ ഏത് ചാർജ് ആണ് കൂടുതൽ? പോസിറ്റീവ്. അപ്പൊ നോക്കൂ, ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നവ എന്ത് ചാർജ് ഉള്ളവയായിട്ട്? പോസിറ്റീവ് ചാർജും. ഇതിവിടെ 3 എണ്ണം ഓൾറെഡി ഉണ്ട്. ഇവിടുന്ന് വരുന്ന 2 ഇലക്ട്രോണിനെ അത് സ്വീകരിച്ചു. അപ്പോൾ അവിടെ ടോട്ടൽ എത്രയായി? 5. അങ്ങനെ ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നവ എന്തായിട്ട് മാറുന്നു? നെഗറ്റീവും ആയി മാറും. ബുദ്ധിമുട്ടില്ല മനസ്സിലാക്കാൻ. ഈ ചാർജ് ചെയ്യപ്പെടുന്ന സമയത്ത് നമ്മള് ഉരസിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ചാർജ് ചെയ്യപ്പെടുമ്പോൾ മാസില് വ്യത്യാസം ഉണ്ടാകും. ചാർജ് ചെയ്യപ്പെടുമ്പോൾ മാസിൽ വ്യത്യാസം ഉണ്ടാകുന്നു. നമ്മളുടെ ജനറൽ PSCക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു ഇത്. ഇലക്ട്രോണുകൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്ത് വസ്തുക്കളുടെ മാസിൽ വ്യത്യാസം ഉണ്ടാകുന്നു. ഈ പ്രസ്താവന ശരിയായിരുന്നോ തെറ്റായിരുന്നോ? ഒരു
സ്റ്റേറ്റ്മെന്റുകൾ ഇലക്ട്രോണുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് കൊടുത്തതാണ്. തീർച്ചയായിട്ടും ചാർജ് ചെയ്യപ്പെടുമ്പോൾ ആരെയാണ് കൈമാറ്റം ചെയ്യുന്നത്? ഇലക്ട്രോണുകളാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പോൾ എന്തുണ്ടാകും? മാസിൽ വ്യത്യാസം ഉണ്ടാകും. കാരണം 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്താൽ ആ ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ മാസ് എന്ത് ചെയ്യും? ആ 2 എണ്ണത്തിന്റെ കുറയും. ഇപ്പുറത്തത് സ്വീകരിച്ചതിന് മാസ്, ആ 2 ഇലക്ട്രോണുകളുടെ മാസ് ഇതിലേക്ക് എന്ത് ചെയ്യാണ്? കൂട്ടിച്ചേർക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ചാർജ് ചെയ്യപ്പെടുമ്പോൾ എന്തിൽ വ്യത്യാസമുണ്ടാകും? മാസിൽ വ്യത്യാസമുണ്ടാകും. കാരണം ഇലക്ട്രോണുകൾക്ക് വ്യക്തമായിട്ടുള്ള എന്തുണ്ട്? ഒരു മാസ് ഉണ്ട്. ചെറുതാണെങ്കിലും അതിനൊരു മാസ് ഉണ്ട്. ഇലക്ട്രോണുകളുടെ മാസ് ആണ് 9.1 into 10⁻⁻31 kg. ഇലക്ട്രോണുകളുടെ മാസ് എത്രയാണ്? 9.1 into 10⁻31 കിലോഗ്രാം ആണ്. അപ്പൊ ഇത്രയാണെങ്കിലും മാസിൽ എന്തുണ്ടാകും? ചെറിയ വ്യത്യാസം ഉണ്ടാകും. ഇലക്ട്രോണുകൾ കൈമാറ്റം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചാർജ് ചെയ്യപ്പെടുമ്പോൾ മാസിൽ വ്യത്യാസം ഉണ്ടാകാനുള്ള കാരണം ഇലക്ട്രോണുകൾക്ക് എന്തുണ്ട്? they have a particular mass അല്ലെ. ആ മാസ് ഉള്ളത് കൊണ്ടാണ് കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും അതിൽ വ്യത്യാസം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം ചാർജുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ചാർജുകൾ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരു ചാർജ് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാനോ പറ്റില്ല. അവയെ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പൊ നമ്മൾ കൺസർവേഷൻ ഓഫ് എനർജി പഠിക്കുന്നത് പോലെ തന്നെയാണ് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലെ. ചാർജ്, കൺസർവേഷൻ ഓഫ് ചാർജ് സംരക്ഷണ നിയമം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് പറയാം അല്ലെ. ചാർജുകളുടെ എന്താണ്? കൺസർവേഷൻ. ഒരു വസ്തുവിൽ നിന്ന് ചാർജിനെ എന്ത് ചെയ്യാൻ? നിർമ്മിക്കാനോ അതുപോലെ തന്നെ നശിപ്പിക്കാനോ കഴിയില്ല. അവയെ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്ക് മാറ്റാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മൾ പഠിച്ചതാണ്. അത് എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അപ്പൊ ആ എനർജിക്ക് പകരം നമുക്ക് ഇവിടെ എന്തെഴുതാം? ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് nor be destroyed അല്ലെ. ഇതെല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. ക്രിയേറ്റഡ് nor be destroyed. Only it can transform from one form to another form. അപ്പൊ എനർജി ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്കാണ് മാറുന്നത്. ചാർജ് ഇവിടെ എന്താണ്? ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കാണ് എന്ത് ചെയ്യുന്നത്? മാറുന്നത്. അത് ചാർജിന്റെ കൺസർവേഷനുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ടുന്ന ഒരു പോയിന്റ് ആണ്. ഇനി വൈദ്യുത ചാർജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇത്രയും നേരം നമ്മൾ വൈദ്യുത ചാർജിനെ കുറിച്ച്, വെറും ചാർജിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. ഈ ചാർജിന്റെ യൂണിറ്റ് എന്താണ്? വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂലോം ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കൂലോം. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂലോം. അപ്പൊ ഇലക്ട്രോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈദ്യുത ചാർജ് ആണ്. അതിന്റെ യൂണിറ്റ്, അതിനൊരു വാല്യൂ ഉണ്ടാകും. ഒരു യൂണിറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു വാല്യൂ, ഒരു ന്യൂമറിക്കൽ വാല്യൂ പ്ലസ് ഒരു യൂണിറ്റ് ആണ്. 1.6 into 10⁻⁻19 കൂലോം. അപ്പൊ ഈ സി എന്നുള്ളത് എന്താണ്? കൂലോമാണ്. ആ ചാർജിന്റെ യൂണിറ്റ് ആണ്. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് എന്താണ്? കൂലോം ആണ്. ഓക്കെ. ഇനി ഈ വൈദ്യുത ചാർജുകളുടെ പ്രവാഹത്തിനെ നമ്മൾ എന്തു പറയും? വൈദ്യുതി എന്ന് പറയും എന്നൊക്കെ നമുക്കറിയാം അല്ലെ. വൈദ്യുത പ്രവാഹം, ഇലക്ട്രിക് കറണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് ആംപിയർ ആണ്. നമ്മുടെ പരീക്ഷകളിലൊക്കെ യൂണിറ്റുകളിൽ നിന്നൊക്കെ ഒരു ചോദ്യം വരാറുണ്ട്. വൈദ്യുത പ്രവാഹത്തിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. നമ്മളത് പഠിക്കുന്നുണ്ട് കേട്ടോ.